ബ്രെഡും മുട്ടയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു 8 പീസ് ബ്രെഡ് വേണം. അതിൻ്റെ ബ്രൗൺ പാർട്സ് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീയോ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗീയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് പീസസ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ഗാർലിക് ബ്രെഡൊക്കെ ചെയ്തെടുക്കും പോലെ തന്നെ ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ ഒരു തക്കാളിയുടെ പകുതി അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, ഇത് തന്നെ വേണമെന്നില്ല. ഇനി തക്കാളി ഇഷ്ടമില്ലെങ്കിൽ തക്കാളി ഒഴിവാക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. 4-5 മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 മുട്ട ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡും നന്നായിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് പകുതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപോലെ ഒരു ലെയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ എഗ്ഗ് മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് മിഡിലിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. അങ്ങനെ ബ്രെഡ് പീസസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാൻഡ്വിച്ച് ചീസ് വെച്ച് കൊടുക്കുക. ചീസിന് ഒരു കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര ചീസ് വേണമെന്ന് വെച്ചാൽ അത്രയും വെച്ച് കൊടുക്കുക. ചീസ് നല്ലതുപോലെ ഐസ് പിടിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ 2 കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുകയെന്ന്. അപ്പം ഇവിടെ ചീസ് കുറച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചീസ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അതിന് പകരം ഒരു ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി.
അങ്ങനെ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടാവും. അതുപോലെ ആ മുട്ടയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.